സംഭവം മറ്റൊന്നുമല്ല, നോർത്തിലാണ്. അതായത് ഈ സിനിമ എമ്പുരാൻ ഒരു പാൻ ഇന്ത്യൻ രീതിയിലായിരുന്നല്ലോ ഇതിന്റെ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ. പൃഥ്വിരാജ്, അനിൽ തദാനിയെ പോലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ നോർത്തിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ ഹോംബാലയും ദിൽരാജുവിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഗോകുലം ഗോപാലൻ തമിഴിലും ഒക്കെയായി അങ്ങ് വ്യാപിക്കുന്ന രീതിയിലാണ് എമ്പുരാന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പക്ഷേ മാർക്കോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ എമ്പുരാന് നോർത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായ ഫാക്ടർ. ആ വന്ന ഫ്ലോയിങ് നിന്നല്ലോ, പിന്നെ കട്ട് ചെയ്തതിനു ശേഷം ഇച്ചിരി നെഗറ്റീവ് വന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇടി വരികയും ചെയ്യും. നമസ്കാരം പ്രേക്ഷകരെ, എമ്പുരാൻ 250 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. പല റെക്കോർഡുകളും എമ്പുരാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓരോ ദിവസങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ പോലും ഡിസംബർ 20 റിലീസായ മാർക്കോ എന്ന ചിത്രം വീണ്ടും ഒന്ന് തലമുക്കി വരികയാണ്. സംഭവം മറ്റൊന്നും കൊണ്ടല്ല, എമ്പുരാനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കമ്പാരിസൺ ആണ്. വേറൊന്നും അതിന്റെ വയലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ്. കാരണം എമ്പുരാൻ റിലീസിന് ശേഷം തുടക്കം തൊട്ട് തന്നെ, ഇപ്പൊ റിലീസിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നത് പ്രീ ബുക്കിംഗ് കളക്ഷൻ ആണല്ലോ. അതിനുശേഷം ബുക്ക് മൈ ഷോ വഴി ആദ്യത്തെ മണിക്കൂറിലെത്ര ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു, ആദ്യത്തെ 24 മണിക്കൂറിലെത്ര ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു, ആദ്യ ദിവസത്തിൽ എത്ര രൂപ നേടി, അങ്ങനെ കളക്ഷൻ ആയിരുന്നല്ലോ 27-ാം തീയതി മാർച്ചിന് ശേഷം നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടത്. അതുകൊണ്ട് തന്നെ കളക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കമ്പാരിസൺ വരുന്നത് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്. സംഭവം മറ്റൊന്നുമല്ല, നോർത്തിലാണ്. അതായത് ഈ സിനിമ എമ്പുരാൻ ഒരു പാൻ ഇന്ത്യൻ രീതിയിലായിരുന്നല്ലോ ഇതിന്റെ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ. പൃഥ്വിരാജ്, അനിൽ തദാനിയെ പോലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ നോർത്തിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ ഹോംബാലയും ദിൽരാജുവിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഗോകുലം ഗോപാലൻ തമിഴിലും ഒക്കെയായി അങ്ങ് വ്യാപിക്കുന്ന രീതിയിലാണ് എമ്പുരാന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പക്ഷേ മാർക്കോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ എമ്പുരാന് നോർത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായ ഫാക്ടർ. 17.5 കോടിയാണ് നോർത്തിൽ മാർക്കോ നേടിയ കളക്ഷൻ. അതായത് നോർത്ത് ഇന്ത്യയിൽ മാർക്കോ നേടിയ കളക്ഷൻ അതാണ്. ഇപ്പോഴും എമ്പുരാൻ എന്ന ചിത്രം 3 കോടിക്ക് താഴെ നിൽക്കുകയാണ്. അതായത് 17.5 കോടി മാർക്കോ ഉണ്ടാക്കിയെടുത്തെങ്കിൽ നോർത്തിൽ എമ്പുരാൻ ഇപ്പോഴും അത് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ വിജയമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും തുടക്കത്തിലെ ആ റഷ്, അല്ലെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ച ഞായറാഴ്ച കണ്ട ആ റഷ് രണ്ടാമത്തെ ശനിയാഴ്ച ഞായറാഴ്ചയും ഇല്ല. ഈ സിനിമയുടെ കട്ട് വേർഷനൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് അത് കാണാനുള്ള ഒരു മടുപ്പുണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ തിരിച്ചടിയായി മാറിയതാണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മളിപ്പോഴും ബുക്ക് മൈ ഷോ തുടങ്ങിയ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വലിയ തള്ളിക്കയറ്റം എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നിലവിലില്ല. 10 ദിവസം കഴിഞ്ഞ് നിൽക്കുകയാണ് ആ സിനിമയുടെ റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു വലിയ തള്ളിക്കയറ്റം എന്തായാലും എമ്പുരാനില്ല. അപ്പോഴാണ് നോർത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മാർക്കോയുമായി ബന്ധപ്പെട്ട കളക്ഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, മാർക്കോ റിലീസിന് മുൻപ് അങ്ങ് നോർത്തിൽ പോയി സംസാരിച്ച് അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തിയ ഒരു സിനിമ ആയിരുന്നില്ല മാർക്കോ. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ നോർത്തിൽ ഇറങ്ങി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, അതായത് ആ സിനിമയുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഷെറീഫ് മുഹമ്മദോ നായൻ ഉണ്ണി മുകുന്ദോ ഒന്നും വന്നിരുന്നില്ല. സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ഈ സിനിമ ചർച്ചാ വിഷയമായി. അത് പിന്നീട് നോർത്തിൽ കൂടുതൽ ആളുകൾ കണ്ട് കിൽ എന്ന സിനിമയുമായി താരതമ്യം ചെയ്ത് പിന്നാലെ നോർത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ ഉണ്ണി മുകുന്ദന്റെ അഭിമുഖങ്ങൾ വരികയും ചെയ്തു. അതായത് സിനിമയുടെ റിലീസിന് ശേഷമാണ് മാർക്കോയ്ക്ക് ആ ഇമ്പാക്ട് ഉണ്ടാകുന്നത്. റിലീസിന് മുമ്പ് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല, വലിയ തരത്തിൽ എമ്പുരാൻ നടത്തിയ പോലുള്ള പ്രൊമോഷൻസ് ഒന്നും മാർക്കോയ്ക്ക് റിലീസിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, ശേഷം ഉണ്ടായിട്ടുണ്ട് താൻ. കാരണം മാർക്കോയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദൻ പിന്നാലെ ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നത്. കാരണം മലയാള സിനിമയിൽ തന്നെ റെക്കോർഡുകൾ തീർത്തിരിക്കുന്ന എമ്പുരാന് നോർത്ത് ഇന്ത്യയിൽ പോയി മാർക്കോയെ ഉണ്ടാക്കിയ ചലനം തീർക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ നിൽക്കുന്നത്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് പോലെ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഇതിന് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളിലൊന്നും. പക്ഷേ അതിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോർത്തിൽ ഇപ്പോഴും 3 കോടിയുടെ വ്യത്യാസമാണ് മാർക്കോയും എമ്പുരാനും തമ്മിലുള്ളത്. അത് ഏത് നിമിഷം വേണമെങ്കിലും കടത്തി വെട്ടുമോ വെട്ടാതിരിക്കാനോ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നോർത്തിൽ മാർക്കോയുടെ കളക്ഷൻ റെക്കോർഡ് എമ്പുരാൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊട്ടിച്ചാലും ഇനി അഥവാ ബ്രേക്ക് ചെയ്താൽ പോലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കരുത്. കാരണം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുമില്ല. ഈ വിവാദങ്ങളൊക്കെ വന്നതിന് പിന്നാലെ നോർത്തിൽ ഉണ്ടായ ഒരു ഇടിവ് അത് ഫാക്ച്വലാണ്, അത് സത്യം തന്നെയാണ്. അതിന് പിന്നാലെയാണ് കളക്ഷനുമായി ബന്ധപ്പെട്ട് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരങ്ങൾ വരുന്നത്. മാർക്കോ 100 കോടി ക്ലബ്ബിൽ നേരത്തെ കയറിയ സിനിമയായിരുന്നു. അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട കണക്കുകളാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ശതമാനം പങ്ക് മാർക്കോയ്ക്ക് നോർത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായും ഈ വയലൻസ് ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആനിമൽ ആയാലും കില്ലായാലും ഈ 2 ബോളിവുഡ് സിനിമകളെ അപേക്ഷിച്ച് അതിനേക്കാൾ ഏറെ വയലൻസ് ആണ് മാർക്കോയിൽ എന്നുള്ളത് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം പ്രത്യേകിച്ച് മാർക്കോ റിലീസായ സമയത്തൊക്കെ തന്നെ ഇതിന്റെ വയലൻസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. നോർത്തിൽ അതിനേക്കാൾ നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ നോർത്തിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അത് വാസ്തവമാണ്. ആ വാസ്തവത്തിന് പുറത്ത് ആളുകൾ ബോക്സ് ഓഫീസിലേക്ക് വരികയും അത് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തതാണ് എമ്പുരാന് ഈ ഒരു തിരിച്ചടി ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് തന്നെ എമ്പുരാൻ പല റെക്കോർഡുകൾ തകർത്തു എന്ന് പറയുമ്പോൾ പോലും ഈ നോർത്ത് ഇന്ത്യൻ റെക്കോർഡ് ഇപ്പോഴും മാർക്കോയ്ക്ക് സ്വന്തം. എമ്പുരാൻ എനിക്ക് തോന്നുന്നു ഒരു 400 കോടി വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ 250 കോടി ക്രോസ് ചെയ്യുന്നതാണല്ലോ അവരുടെ അവകാശവാദം. അങ്ങനെ അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 കോടി വരെ പോകുമായിരിക്കും. അവിടെ കൊണ്ട് നിൽക്കാനാണ് സാധ്യത. അതിന് മുകളിലോട്ട് പോകാൻ സാധ്യത കുറവാണ്. ആ വന്ന ഫ്ലോയിങ് നിന്നല്ലോ, പിന്നെ കട്ട് ചെയ്തതിനു ശേഷം ഇച്ചിരി നെഗറ്റീവ് വന്നിട്ടുണ്ട് ചെറിയ തോതിൽ. മുടക്കിയ പോലെ തന്നെയാണല്ലോ ഇനി
ഇനിയുള്ളത് ലാഭമാണല്ലോ. ഇനി അങ്ങോട്ട് പോകുന്ന ലാഭം കണക്കിൽ അങ്ങോട്ട് പോകും. നല്ലൊരു തിരക്കേടില്ലാത്ത റേറ്റിൽ OTT പോകും സുഖമായിട്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് ലാഭമാണ്. എങ്ങനെ പോയാലും പ്രൊഡ്യൂസറിന് ലാഭം കിട്ടും. ഗോകുലം ഗോപാലിനെ ചുറ്റും ഇപ്പോഴത്തെ പ്രശ്നം പുള്ളിയെ ED വേട്ടയാടിക്കൊണ്ടിരിക്കണം. പൃഥ്വിരാജ്, മോഹൻലാൽ, അന്യ പെരുമാറുന്നത് നമുക്കറിയാലോ. ഇതെല്ലാം ED ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കല്ലേ. തേർഡ് ഉണ്ട് എന്നാണ് അന്യ പെരുമാർ പറയുന്നത്. ഇനി ഉണ്ടായില്ലയോ പറഞ്ഞാലും കുഴപ്പമില്ല, കാണാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇങ്ങനത്തേക്ക് ഇഷ്യൂസ് വന്നുകൊണ്ട് ഇനി ആ തൂലിക ചലിക്കുമോ, ഇനി വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണോ എന്നൊക്കെ അവർ ചിന്തിച്ചവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പ്രശ്നങ്ങളും എഡിറ്റിങ്ങും കഴിഞ്ഞുകൊണ്ട് ഇനി അവർ പടം ഉണ്ടാക്കിയാൽ എംബ്രാൻ റിലീസിന് മുമ്പ് നല്ല PR നടത്തി ഒന്നങ്ങ് ഹൈപ്പങ്ങ് എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ മല പോലെ പൊന്തിച്ചിട്ടാണല്ലോ ഒറ്റരങ്ങി ആട്ടം ചാടി. പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവരേക്കെങ്കിലും പേരെടുത്ത് പാർലമെന്റിൽ പോലും എംബ്രാൻ ചർച്ചയായില്ലേ. എന്താ വേണ്ടത്? മാർക്കോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കോ പക്ക വാരൻ മൂവിയാണ്. രണ്ട് തലത്തിൽപ്പെടുന്ന മൂവീസാണ്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാർക്കോ മോശം നല്ല പറഞ്ഞു കമ്പാരിസൺ പറയുമ്പോഴേ മാർക്കോ പടം ഇറങ്ങിയതിന് ശേഷമാണ് ഒരു PR വർക്കിലോട്ട് പോയത്. മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോയി PR ചെയ്ത് പടത്തിനെ പോഷിപ്പിച്ചുകൊണ്ട് വന്നത്. പക്ഷെ എമ്പുരാൻ അതിന് മുമ്പേ പടം ഇറങ്ങുന്നതിന് മുമ്പേ PR നടത്തിക്കൊണ്ട് ഇപ്പം വന്നാൽ ഫ്ലോ ഇനിയൊരു സ്ലോ ആവും. എനിക്ക് തോന്നുന്നത് 400 നിൽക്കുമായിരിക്കും. മതിയല്ലോ 200-250 കോടി കൂടുതലായോ. ഇനി പടത്തിന് എനിക്ക് തോന്നുന്നത് 200. പലതും സോഷ്യൽ മീഡിയ ഇങ്ങനെ പറഞ്ഞ 200-250 300 കോടിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് 200 കോടി ആയിക്കാണെങ്കിൽ ബാക്കി PR വർക്കും മറ്റെല്ലാം കൂടി വർക്ക് കിടിലം വർക്ക് എഴുതുന്ന എമ്പുരാൻ്റെ അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഞാൻ പോയി കണ്ടിരിക്കുന്നത് ഒരു ഹോളിവുഡ് മൂവി കാണുന്നുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് പറയുമ്പോൾ ലൂസിഫർ ഇഷ്ടപ്പെട്ട, വർക്ക് വൈസ് പറയുമ്പോൾ എനിക്ക് എമ്പുരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല പടങ്ങൾ ഇനിയും പെട്ടു. ഈ പ്രശ്നം പറ്റുന്ന നമ്മൾ എമ്പുരാനെ കണ്ടിട്ട് ഈ ചെറിയ പടങ്ങൾ കാണുമ്പോൾ മടിയാ തിയേറ്ററിൽ പോയി. ആ ഒരു വർക്ക് ക്വാളിറ്റി നമ്മൾ എല്ലാവരുടെയും ഇത്രയും പൈസ ഇല്ലല്ലോ. നമ്മുടെ മലയാള ഇൻഡസ്ട്രി 2 കോടിയിലും 3 കോടിയിലും പടങ്ങൾ ഇഷ്ടം പോലെ ഇറക്കുന്ന ഒരു ഏരിയ ആണല്ലോ. പ്രത്യേകിച്ച് ധ്യാന പടങ്ങളൊക്കെ 5 രൂപയിൽ താഴെയാണ്. ആ പടത്തിന്റെ ക്വാളിറ്റിയൊക്കെ പിന്നെ സ്ക്രിപ്റ്റിൽ എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമ്മൾ തിയേറ്ററിലോട്ട് കയറും. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ 5 താഴെയുള്ള പടത്തിന് വേണ്ടി പോവില്ല. വർക്ക് ക്വാളിറ്റി ടെക്നീഷ്യന്മാർ ആരൊക്കെയാന്നൊക്കെ നമ്മളിപ്പം വാച്ച് ചെയ്യാറുണ്ട്. ഡയറക്ടർ ആരാന്ന് നോക്കും, റൈറ്റർ ആരാന്ന് നോക്കും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇങ്ങനെ എമ്പുരാൻ പോലെ നല്ല നല്ല പടങ്ങൾ, മാർക്കോ പോലത്തെ പടങ്ങളൊക്കെ വരട്ടെ. മാർക്കോയുടെ വയലൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മാർക്കോ വയലൻസ് ഇനി എക്സ്ട്രീം ലെവലിലോട്ട് പോകത്തില്ല. പ്രൊഡ്യൂസർ പറഞ്ഞാൽ കേട്ടു സെൻസർ ചെയ്ത് ശേഷം വരുന്ന പടങ്ങളല്ല. അപ്പൊ എമ്പുരാന്റെ കേസിലാണെങ്കിലും സെൻസറിംഗ് ബോർഡ് ഇരിക്കുന്നവര് BJP പ്രവർത്തകരാണ്. സെൻസർ ബോർഡ് ഇരിക്കുന്നതിന്റെ അകത്ത് പലരും അവർക്കത് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ അവർ ഏത് ലോകത്തായിരുന്നു ചിന്തിച്ചു പോവാണ്. പിന്നീട് വീണ്ടും എഡിറ്റിലോട്ട് കയറ്റുക, വിമർശനങ്ങൾ വരിക. ഏറ്റവും വലിയ കോമഡി എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു മാറ്റർ വരുമ്പോൾ അപ്പോഴേ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന അടുത്ത ED വരും, ആണ്ട് ED ഇപ്പെങ്കി വരും. അത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ ED വരികയും ചെയ്യും. അതിന്റെ കോമഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇത് പറഞ്ഞിട്ട് ED എന്നെ തേടി വരണ്ടേ? എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ.